Good afternoon, children. Today, let us learn about lines of symmetry. The line of symmetry can be defined as the axis or imaginary line that passes through the center of the shape or object and divides it into identical halves. ഒരു ഷേപ്പിനെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ നമ്മളൊരു ലൈൻ കൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് 2 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്താൽ നമുക്ക് ആ ലൈനിനെ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയും. ലൈൻ ഓഫ് സിമെട്രി is defined as the axis or imaginary line that passes through the center of the shape. ആ ലൈൻ ഏത് കൂടെയാണ് പാസ് ചെയ്യുക? ഷേപ്പിൻ്റെ സെൻറ്ററിൽ കൂടെ. ആൻഡ് വിച്ച് ഡിവൈഡ്സ് ദറ്റ് ഷേപ്പ് ഓർ ഒബ്ജക്റ്റ് ഇൻ ടു identical halves. Identical halves means 2 equal parts. This is line of symmetry. ഓക്കെ, നമ്മളത് വരയ്ക്കണം എന്നില്ല, നമ്മളത് ഇമാജിൻ ചെയ്യണം. അങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് ലൈൻ ഡിവൈഡ്സ് ദാറ്റ് ഷേപ്പ് ഓർ ഒബ്ജക്റ്റ് ഇൻ ടു 2 identical halves or 2 equal parts. Identical means ഒരേപോലെയുള്ള 2 പാർട്സ് ആക്കി കട്ട് ചെയ്യും. Here in this shape, these two parts are identical. ഒരേപോലെയാണ് ഇരിക്കുന്നത്. Okay, this line is known as line of symmetry. Line of symmetry ക്ക് പറയുന്ന വേറൊരു പേരാണ് axis of symmetry. The line which divides the figure into 2 equal parts is called the line of symmetry or axis of symmetry. Okay, both are same. അപ്പോൾ ആ ലൈൻ ഓഫ് സിമെട്രി ഷേപ്പിനെ അല്ലെങ്കിൽ ഫിഗറിനെ എന്ത് ചെയ്യും? ഡിവൈഡ്സ്, കട്ട് ചെയ്യും ആ ഷേപ്പിനെ. എങ്ങനെ? 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട്. ഓക്കെ ചിൽഡ്രൻ, സം ഷേപ്സ് ഹാവ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സിമെട്രി, then vertical, then both horizontal and vertical, and infinite, and no line of symmetry. Okay, let me explain this, children. This is horizontal line. Horizontal line. Horizontal. Horizontal നിങ്ങൾ സ്മോൾ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടാവും. സ്ലീപ്പിംഗ് ലൈൻ, horizontal. And this line is vertical. Vertical. Okay. Standing line. So this is the first one is this is the horizontal line and this is the vertical line. Okay, നമ്മൾ ഇങ്ങനെ വരച്ച ലൈൻ എന്ത് പറയും? ഹൊറിസോണ്ടൽ. ഇങ്ങനെ വരയ്ക്കുന്നെങ്കിൽ എന്താ പറയുക? വെർട്ടിക്കൽ. ഓക്കെ, സോ സം ഷേപ്സ് ഹാവ് വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി. വെർട്ടിക്കലായിട്ട് വരച്ചാൽ മാത്രമേ നമുക്ക് 2 ഈക്വൽ പാർട്സ് കിട്ടുള്ളൂ. See here, these two shapes, this is alphabets A and M, both have vertical line of symmetry. കണ്ടോ, ഇങ്ങനെ ഇതിനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതിനെ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. ഓക്കെ, സോ ദീസ് ഷേപ്സ് ഹാവ് ഓൺലി which vertical symmetry? Vertical. Okay, then next, these two shapes, that is the letters B and D, ഇതിനെങ്ങനെയാണ് ലൈൻസ് ഓഫ് സിമെട്രി? ഹൊറിസോണ്ടൽ. കണ്ടോ, ഹൊറിസോണ്ടൽ. ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതിനെ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. സപ്പോസ് വി ആർ കട്ടിങ് ദിസ് ഫിഗർ ലൈക്ക് ദിസ്, വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് 2 ഈക്വൽ പാർട്സ് കിട്ടില്ല. സോ ദ വെർട്ടിക്കൽ ലൈൻ ഈസ് നോട്ട് ദ ലൈൻ ഓഫ് സിമെട്രി ഫോർ ദിസ് ഷേപ്പ്. ഓക്കെ, സോ ഹിയർ ദീസ് ഷേപ്സ് ഹാവ് which line of symmetry? Horizontal. Okay, next, in these shapes, that is the letters N and P, have no line of symmetry. Let me show this, children. നമ്മൾ ഈ ഷേപ്പിനെ ഇങ്ങനെ കട്ട് ചെയ്തു. ഈ രണ്ട് ഷേപ്സ് സെയിം ആണോ? നോ. പീനെയും ടീച്ചർ ഇങ്ങനെ കട്ട് ചെയ്തു. ദീസ് 2 ഷേപ്സ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ. ഒരുപോലെയല്ല ഇരിക്കുന്നത്. കണ്ടോ?
Suppose if we draw a line like this, ഇങ്ങനെ കട്ട് ചെയ്തു. Is this two halves equal? Equal ആണോ? അല്ല. So these shapes that is the letters N and P have no line of symmetry. Horizontalum illa, verticalum illa. Okay. But here the letters H and X have both vertical and horizontal lines of symmetry. രണ്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എച്ചിനെ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്താൽ ദീസ് ടു പാർട്സ് ആർ ഈക്വൽ. നമ്മൾ ഈ എച്ചിനെ ഇങ്ങനെ കട്ട് ചെയ്താൽ, ദറ്റ് ഈസ് വേർട്ടിക്കലായിട്ട് കട്ട് ചെയ്താലും നമുക്ക് ഈ രണ്ട് ഷേപ്സ് സെയിം ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഫോർ ദിസ് ഷേപ്പ് എക്സ് ഓൾസോ, എക്സ് ഇങ്ങനെ കട്ട് ചെയ്തു, ദറ്റ് ഈസ് ഹൊറിസോണ്ടൽ. ഹിയർ ടു പാർട്സ് ആർ ഈക്വൽ. If we cut like this vertically, here also two parts are equal. Okay, so these shapes, that is the letters H and X, have both രണ്ടുണ്ട്. ഏതൊക്കെയാ? vertical and horizontal lines of symmetry. Okay, then the next shape O, which has infinite line of symmetry. Infinite line of symmetry means many. കണ്ടോ? അതിന് vertical ഉണ്ട്, ഇതിന് horizontal ഉണ്ട്, vertical ഉണ്ട്. ഇങ്ങനെ ക്രോസ് ചെയ്താൽ ഇതൊക്കെ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. സോ ദിസ് ഷേപ്പ് ഹാസ് ഇൻഫിനിറ്റ് ലൈൻ ഓഫ് സിമെട്രി. ഇൻഫിനിറ്റ് മീൻസ് മെനി, കുറേ എണ്ണം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഫിനിറ്റ്. INFINITE. ഓക്കെ, so a line of symmetry is a line that cuts a shape exactly in half. ഒരു ലൈൻ ഓഫ് സിമെട്രി ഒരു ഷേപ്പിനെ എന്താ ചെയ്യുക? ഹാഫായിട്ട് കട്ട് ചെയ്യും. ദിസ് മീൻസ് ദാറ്റ് ഇഫ് യു ആർ ടു ഫോൾഡ് ദ ഷേപ്പ് അലോങ് ദ ലൈൻ, ബോത്ത് ഹാഫ്സ് വുഡ് മാച്ച് എക്സാക്ട്ലി. നമ്മൾ ആ കട്ട് ചെയ്ത ലൈനിൽ കൂടെ, വരച്ച ലൈനിൽ കൂടെ നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്താൽ, അതിനെ മടക്കിയാൽ രണ്ടും എക്സാക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യും. രണ്ട് ഷേപ്പ് എക്സാക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യും. ദാറ്റ് ലൈൻ ഈസ് നോൺ ആസ് ലൈൻ ഓഫ് സിമെട്രി. So a line of symmetry is a line that cuts a shape exactly in half. Okay, there are different types of line of symmetry: horizontal, vertical. അതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഓഫ് സിമെട്രി കൂടി ഉണ്ട്, സ്ലാൻഡിങ് ലൈൻ പോലെ. അതിനെ ഡയഗണൽ എന്ന് പറയും. That we will learn later. Okay. Hope this topic is clear for you. Thank you, children.